നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പൂക്കോം ശ്രീ ചോക്കിലോട്ട് മുയിലും ശിവക്ഷേത്രം ധ്വജപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ലയമാണ് മോക്ഷമെന്നും ലയം തേടിയുള്ള യാത്രയാണ് ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതെന്നും ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പൂക്കോം ചൊക്കിലോട്ട് മുയിലും ശിവക്ഷേത്രത്തിലെ നവീകരണ കലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് കിട്ടുമ്പോഴേ എന്റെ സ്വാതന്ത്ര്യമാകുന്നു. ഭരണഘടനാപരമായ മാറ്റം കൊണ്ട് മാത്രം ഒരു നാട് സ്വാതന്ത്ര്യം നേടിയെന്ന് പറയുന്നതിന് പകരം അത് ആദ്യത്തെ സ്റ്റെപ്പാണ്. അതുകൊണ്ട് സാമൂഹിക സ്വാതന്ത്ര്യവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും വേണം. അതുകൊണ്ടാണ് 30കളിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച തന്റെ അനുയായികളോട് അദ്ദേഹം നൂൽക്കാനും ഖാദിക്കും ഉച്ചനീതത്വം ഇല്ലാതാക്കാനും എല്ലാവർക്കും ഒരുപോലെ അന്നദാനം നടത്താനും ഐക്യം ഇല്ലാതാക്കാനും എല്ലാം ശ്രമിച്ചു. ഞാൻ ഈ പശ്ചാത്തലം പറയാൻ ഇടയായത് 47 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാവരും ആഹ്ലാദചിത്തരായിരുന്നു. സന്തോഷം കൊണ്ട് ആസ്വദിക്കാനുള്ള വ്യഗ്രത കൊണ്ട് ആ ആഘോഷം 47 ഓഗസ്റ്റ് 15 നടക്കുമ്പോൾ ഗാന്ധിജി അതിൽ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, ആ ദിവസം രാവിലെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഈ പറഞ്ഞ പൊരുളാണ്. ഗ്രാമത്തിന്റെ സ്ഥിരാകേന്ദ്രം ഗ്രാമക്ഷേത്രമാണ്. സംസ്കാരം, സാഹിത്യം, ധർമ്മം ഇവയുടെ അടിവേര് ഗ്രാമക്ഷേത്രങ്ങളാണ്. ഗ്രാമക്ഷേത്രത്തിന്റെ വളർച്ച നാടിന്റെ തിരിച്ചുവരവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സൗമേന്ദ്രൻ കണ്ണമ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഹരികൃഷ്ണൻ ആലച്ചേരി, C സദാനന്ദൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും വന്നുചേർന്നിരിക്കുന്നത്. നവീകരണത്തോടുകൂടി ബിംബത്തിന്റെ ചൈതന്യം വർദ്ധിച്ച് ഗ്രാമ ജനങ്ങളിലേക്കും ജനപദങ്ങളിലേക്കും അതെത്തി ആ ചൈതന്യത്തെ സ്വീകരിക്കാൻ വേണ്ടി ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ ഉത്സവം മുതൽ ഈ വർഷത്തെ ഉത്സവം വരെയുള്ള കാലഘട്ടത്തിൽ ശാന്ത മുകുന്ദൻ, അജിത ബാലകൃഷ്ണൻ എന്നിവർ ഗവർണർക്ക് ഉപഹാരം നൽകി. ചടങ്ങിന് T രാജശേഖരൻ സ്വാഗതവും രാജീവ് ശ്രീപദം നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രമോദ് കുന്നാവിന്റെ ബോധവൽക്കരണ ക്ലാസ്, പെരികമന നവനീത് നമ്പൂതിരിയുടെ തിടമ്പ് നൃത്തം, R ഗൗരിലക്ഷ്മി അവതരിപ്പിച്ച നൃത്തസന്ധ്യ എന്നിവയും നടന്നു. ഇന്ന് വൈകുന്നേരം ആധ്യാത്മിക പ്രഭാഷണം, മഹാതിരുവാതിര, പള്ളിവേട്ട, പറനിറക്കൽ എന്നിവയും നടക്കും. സമഗ്ര ന്യൂസ്, പാനൂർ.